ഹായ് ഹലോ. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും. അപ്പോൾ നമുക്ക് ഒരു ഓർഗനൈസർ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്തുള്ള കുറച്ച് വാഷി ടൈപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഞാൻ റീസെൻ്റ്ലി ടെമോന്ന് പർച്ചേസ് ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കണ്ടോക്കെ കേട്ടോ. ഒരുപാട് ജേർണലിംഗ് സപ്ലൈസും കാര്യങ്ങളൊക്കെ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ താഴെ ലിങ്ക് കൊടുക്കാം. ഓക്കെ. അപ്പോൾ ഈ വാഷി ടൈപ്സും കാര്യങ്ങളൊക്കെ എവിടെ വെക്കുക എന്ന് വിചാരിച്ചിട്ട് കുറേ തപ്പാൻ തുടങ്ങിയിട്ട് ലാസ്റ്റ് ഫൈനലി ഒരു സ്പ്രേയുടെ ഒരു ബോക്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നല്ല പുറത്ത് കാണാൻ നല്ല ഭംഗിയുള്ളത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് നമ്മളൊരു ഡെക്കറേഷൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇതിൽ തന്നെ നമുക്ക് വാഷി ടൈപ്സും കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കാം, ഇങ്ങനെ നല്ലൊരു ഭംഗിയിൽ സെറ്റപ്പ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇങ്ങനെ ഒരു 3 സൈഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് വാഷി ടൈപ്സൊക്കെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. സൈസൊക്കെ കറക്റ്റാണോ നോക്കണമല്ലോ. അപ്പോൾ അതിൽ ഒരെണ്ണം മാത്രം അതിൽ കൊള്ളുണ്ടായിരുന്നില്ല, ബാക്കിയൊക്കെ ഞാൻ അതിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി ഒരെണ്ണം വേറെ ഇടയിൽ കൊണ്ടുപോയി വെക്കാം, സെറ്റാക്കാം. എന്നിട്ട് അതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പോട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഐ മീൻ പെട്ടെന്ന് അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ 2 സൈഡും ഞാൻ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ. പക്ഷേ പിന്നെ ഞാൻ ആലോചിക്കുന്നത് ഇതിനുമ്പോൾ എന്തെങ്കിലും ഇതിങ്ങനെ ഓപ്പണായിട്ട് കിടക്കുമ്പോൾ ഒരു ഭംഗിയില്ലല്ലോ. അപ്പോൾ എന്തെങ്കിലും ഒരു സംഭവം അതിന് ഉണ്ടാകുമെന്നുണ്ടെങ്കിൽ നമുക്കതൊന്ന് സെക്യൂർഡ് ആക്കിയിട്ട് വെക്കാം. ഓക്കെ. അങ്ങനെ തൊള്ളൊളിച്ചിരിക്കണം കാണാൻ വലിയ ഭംഗിയില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചവർക്ക് ഒരു ബട്ടൺസ് വെച്ചിട്ടൊരു എന്തായാലും കാണാനും ഒരു വിൻറ്റേജ് ടൈപ്പ് ലുക്കാണ്. അപ്പോൾ ഓക്കെ എന്നാൽ വിൻറ്റേജ് ടൈപ്പായിട്ട് തന്നെ ഒരു ബട്ടൺസ് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ബട്ടൺ വെച്ച് കൊടുത്താലൊന്നും സെറ്റ് ആവില്ല. അപ്പോൾ അതിൻ്റെ മേലെ 2 ബട്ടൺസും കൂടി വെച്ച് ഒട്ടിച്ചു കൊടുത്തിട്ട് അതാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ. അപ്പോൾ നിങ്ങളും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ട്രിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു ട്രിക്കും കൂടി അവിടെ ചെയ്തേക്കുക കേട്ടോ. എന്നാലുള്ള അവിടെ കറക്റ്റായിട്ട് അത് നിൽക്കുക. അല്ലെങ്കിൽ ആ ഒരൊറ്റ ബട്ടൺസ് മാത്രം ഒട്ടിച്ചു കൊടുത്താലൊന്നും സംഭവം സെറ്റായി നിൽക്കില്ല. ഓക്കെ. അപ്പോൾ അതൊക്കെ ഏകദേശം സെറ്റായി ഒടിച്ചു കൊടുത്തു. സംഭവമൊക്കെ ക്ലിയറായി. എന്നാലും എന്തോ ഒരു കുറവ് എവിടെയെന്നല്ലേ, ആ സൈഡ് കണ്ടില്ലേ ഒരു ഭംഗിയില്ലാത്ത പോലെ ഇങ്ങനെ കാണുന്നില്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ ഈ ഒരു പാറ്റേണിലുള്ള ഒരു വാഷി ടേപ്സ് കൊണ്ട് ഒട്ടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച്. ഞാൻ ഇതിൽ അത്രത്തോളം റിസർച്ച് ചെയ്തില്ല, പെട്ടെന്നുള്ള ഒട്ടിച്ചതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു വാഷി ടേപ്പാണ് ഒട്ടിച്ചത്. എന്തായാലും ഫൈനൽ ലുക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ വിചാരിച്ച ആ ലുക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ടൊക്കെ. ടാറ്റാ ബൈ, സീ യു.